ನೋಡಿ. നമസ്കാരം, ഞാൻ മറീന റിൻസൺ. അപ്പോൾ ഇന്ന് എൻ്റെ മക്കളുടെ ഒരു ചെറിയൊരു ബർത്ത്ഡേയുടെ ഒരു ചെറിയ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അത്ര വലിയ സെലിബ്രേഷനൊന്നുമല്ല, കേക്ക് കട്ടിങ് ആണ് മെയിനായിട്ട് നടത്തണുള്ളൂ. അത്ര വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു 2 ടയർ കേക്ക് ഉണ്ടാക്കണം, അതിൽ നിറച്ച് മെഴുകുതിരി കുത്തണം, ഇതൊക്കെയാണ് അവരുടെ കുറച്ച് ഡിമാൻഡുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് സാധിച്ചു കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് അവരുടെ ബർത്ത്ഡേയുടെ കേക്ക്. അപ്പോൾ കേക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു ചെറിയൊരു കുട്ടിപ്പട്ടാളം തന്നെ പറയാം. അപ്പോൾ അവരോട് കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് അവരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരണേൻ്റെ ഒരു രംഗമാണ് ഈ കാണുന്നത്. അവരൊരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അതെന്താ ഇങ്ങനെ ചെടിച്ചട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്താളുടെ പേര് സാവിയോ എന്നാണ്. അവന് കുറച്ചൊക്കെ ചെടികൾ നടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതാണ് അവർ അങ്ങനെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ അവരുടെ റൂമിൽ നല്ല കളിയാണ്, എല്ലാവരും കൂടിയിട്ട് ഓരോ പാട്ടൊക്കെ പാടി നല്ല ഇൻട്രസ്റ്റിലാണ് ഇരിക്കുന്നത്. ചേട്ടന്മാരുടെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ചേട്ടന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 3 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് അവരെ വേഗം വിളിച്ചത് തന്നെ മെയിനായിട്ട്. അപ്പം ഇനിയിപ്പോൾ പ്രയറിൻ്റെ സമയമായി, നമുക്ക് കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധമറിയമേ തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധമറിയമേ തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നല്ല ഭംഗിയില്ല. അപ്പച്ചൻ പറയും എല്ലാരും കൂടി ഒതുക്കാം. അപ്പൊ പാട് 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 പാട്ട് പാട്. അപ്പോൾ അതവിടെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കണതിൻ്റെ ഒരു ചെറിയൊരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതേ വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട്. രണ്ടാളും ഭയങ്കര എന്താ പറയുക, നല്ല ഇൻട്രസ്റ്റിലാണ് ഇരിക്കുന്നത്. ഏടാളെ പോയി രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് നേരത്തൊക്കെയാണ് ഇത്രയും ഒരു സ്നേഹത്തിൽ നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ ആമ്പിള്ളേരെ കാര്യം അറിയാമല്ലോ, നല്ല അടിപിടി കൂടലേ നിന്ന്. ഇങ്ങനെയുള്ള നേരത്തൊക്കെ നല്ല സ്നേഹം കേട്ടോ. അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വെച്ച് കൊടുക്കുക. അവർക്ക് കൊടുക്കാനാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. എല്ലാവർക്കും ഇങ്ങനെ വായിലൊക്കെ വെച്ച് കൊടുക്കുക. ഇത് അപ്പാപ്പനും അമ്മാമ്മയും പിന്നെ റിൻസേട്ടൻ്റെ ചേട്ടനാണത്. ചേട്ടൻ വയ്യാത്തൊരാളാണ്. അവർ വല്യപ്പനാണ് വിളിക്കുക. ഇവരെ പോലെ തന്നെ ഒരു കൊച്ചുകുട്ടി പോലെയാണ്. അങ്ങനെ എല്ലാവർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും റിൻസേട്ടനും വെച്ച് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റിൻസൻ ചേട്ടൻ.
റിൻസേട്ടൻ മെറീന റിൻസ് എന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയും. അപ്പോൾ ആളിതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് റിൻസേട്ടൻ. അങ്ങനെ കേക്ക് മുറിക്കലെല്ലാം കഴിഞ്ഞു. എല്ലാവരെയും നിരത്തിയിരുത്തിയിട്ടുണ്ട്. ഇനി ഇവരുടെ കയ്യിൽ അങ്ങനെ അങ്ങോട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും പ്ലേറ്റിലൊക്കെ ആക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും നിരത്തിയിരുത്തിയേക്കുക. ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഇരിക്കുന്നത് ചേട്ടന്മാരുടെ കൂടെ. അപ്പോൾ ഈ ബലൂണുകളൊന്നും ഇങ്ങനെ ഇടാറില്ല കേട്ടോ ശരിക്ക്. അപ്പം ഇതൊക്കെ ഈ 3 കാര്യങ്ങൾ ഇവർ കഴിഞ്ഞ കൊല്ലം ബർത്ത്ഡേ തൊട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്ന 2 ടയർ കേക്ക്, അതുപോലെ മെഴുകുതിരി നിറച്ച് വേണം, ബലൂൺ വേണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അപ്പോൾ അത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ കുട്ടികളിൽ. അപ്പോൾ എന്നെ അത് അങ്ങോട്ട് സാധിച്ചു കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കേക്ക് കഴിക്കുന്നതാണ് കേട്ടോ. ഉണ്ണിയോൾ 2 പേര് അവർക്ക് കൈ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ ശരിക്കും അങ്ങോട്ട് അറിയില്ല. പിന്നെ ചേട്ടന്മാർ കഴിക്കുന്ന പോലെ കഴിക്കും വേണം. അപ്പോൾ ഏറ്റവും കുഞ്ഞനാണ് ആയിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമില്ല ചേട്ടാ. വെച്ച് കൊടുക്കണുണ്ട്. 2 പേർക്കും അതാ ഭയങ്കര, എല്ലാവർക്കും നല്ല സ്നേഹം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ കളിച്ച് നടക്കുക, ഏത് നേരം കളിക്കുക, അതാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് വിളിക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. അതല്ലാത്ത നേരത്ത് ഇവർ എല്ലാവരും കൂടി കളി തന്നെയാണ് എപ്പോഴും. അപ്പോൾ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ശേഷം വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അനിയന് ഒരു ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതാണ്. ഭയങ്കര സർപ്രൈസായി. ഞങ്ങൾക്കും അറിയണ്ടായിരുന്നില്ല. അപ്പാപ്പൻ എപ്പോഴും ഇവർക്ക് ഇങ്ങനെ മിഠായി മേടിച്ച് കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഒരു തവണ വാങ്ങിച്ചു കൊടുത്ത ഒരു കോല് മിഠായി ആളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അനിയന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അതെടുത്ത് വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് അവൻ എൻ്റെ ഫോൺ ഇടയ്ക്ക് എടുത്തു വന്നിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഓരോ ക്രാഫ്റ്റിൻ്റെ കുറേ വീഡിയോ കാണാറുണ്ട്. അങ്ങനെ അതിൽ കണ്ട് പഠിച്ചിട്ട് ആൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ കാണുന്നത്. ഇവനെപ്പോഴും ഇങ്ങനെ കത്രികയും പേപ്പറും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ചീത്ത പറയാറുണ്ട് പഠിക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ ഇവൻ ഇതാണ് കാണിച്ചിരുന്നതെന്ന് മനസ്സിലായിരുന്നില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അവന് ഒരു ചെറിയൊരു വിഷസ് പറഞ്ഞിട്ട് അവൻ്റെ പേരൊക്കെ എഴുതി എൻ്റെ അടുത്ത് ചിലപ്പോൾ വല്ല സ്പെല്ലിങ് അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വന്നൊന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാനത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളത് നല്ല ഭംഗിയാക്കി. അവൻ പിന്നെ നന്നായി വരയ്ക്കൂട്ടാ. അങ്ങനെ കൊടുത്തതാണ്. പിന്നെ ഇവർ ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ ആൾക്കാരാണ്. അപ്പോൾ 2 ആളും ഒരു ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ പുസ്തകം വാങ്ങിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്നും കിട്ടിയപ്പോൾ പിന്നെ കളിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അത് പെയിൻ്റ് അടിക്കലാണ് പിന്നെ അടുത്ത പരിപാടി. കളർ ചെയ്യൽ നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.